അതെ ഹനുമാനെ നിർബന്ധമായിട്ട് നമുക്ക് സിനിമ കാണുന്നത് All the best for your dream projects, Richard. അതെ ഒത്തിരി പേരുണ്ടാവും ഇവിടുത്തെ വിഷയം എന്താ ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞോളൂ. ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഞങ്ങളുടെ വനിതകൾക്ക് ഈ സിനിമ കാണാൻ എനിക്ക് താല്പര്യമില്ല അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത് വനിതകളോട് എല്ലാം ഞാൻ ചോദിച്ചാണ്. നിങ്ങൾ കൂടുതലല്ല പിന്നെ മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി. ദിലീപിന്റെ ആളാണ് നോക്കണ്ട, ദിലീപിനെ പോലെ ആകാൻ നോക്കണ്ട കേട്ടോ. കോടതി പങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊച്ചി കേരളത്തിൽ നടക്കുന്നത്? പറക്കും തളിയ എന്ന് പറയുന്ന സിനിമ ബസ്സിലിട്ടപ്പോൾ KSRTC ബസ്സിലിട്ടപ്പോഴത്തേക്കും ആ സിനിമ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് വന്നിരിക്കുന്നു. ആ സിനിമ പറ്റില്ല, ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. എടീ ഈ സിനിമ പറക്കും തളിയ എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ഏതൊരു വ്യക്തി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ഇരുന്ന് കാണാൻ തോന്നുന്ന ഒരു സിനിമ തന്നെയാണ്. മൈൻഡിൽ അത്രത്തോളം നമുക്ക് എന്താ പറയുക, ചിരി വരാത്തവർ പോലും ചിലപ്പോൾ ചിരിച്ചു പോകുന്ന സീൻസുകൾ ആ ഒരു സിനിമയിലൂടെ എത്ര കണ്ടാലും മതി വരാത്ത ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടമാണ് ഈ പറയുന്ന പറക്കും തളിയ എന്ന് പറയുന്നത്. ഞാൻ അതിനെ സ്വാഭാവികമായിട്ട് ഞാൻ ഇരുന്ന് കാണും, അതിൽ ഒരു സംശയമില്ല. പക്ഷേ ഇവിടെ ഈ പറയുന്ന തരത്തിൽ എന്താ പറയുക, ദിലീപിന്റെ പടമായതുകൊണ്ട് അത് മാറ്റണം. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്, ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ബഹിഷ്കരിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുകയോ എന്തെങ്കിലും ആണോ? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തോ ഓവർ മാതിരി തോന്നുന്നു. എന്താണ് ശരിക്കും പറഞ്ഞാൽ എന്ത് തരം പ്രഹസനമാണ് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഒരു കുറ്റവാളിയല്ല. ഇപ്പോൾ അയാളെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അയാളുടെ സിനിമയെ നിരോധിക്കണം അല്ലെങ്കിൽ അയാളുടെ സിനിമ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്ത് തരം മൈൻഡ് സെറ്റ് ആണെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും. അതും നമ്മളൊരു പബ്ലിക് പ്ലേസിൽ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും അത് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഒരു വണ്ടി പിടിച്ചങ്ങ് പോകണം. അല്ലെങ്കിൽ നമ്മൾ ബസ്സിലോ ട്രെയിനിലോ അല്ലെങ്കിൽ പറയുന്ന പബ്ലിക് പ്ലേസിലോ ഒന്നും പോകാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം വണ്ടി ആ ഒരു തരത്തിൽ യാത്ര. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാം. ഇത് KSRTC ബസ്സിൽ കയറി ഇരുന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാനായിട്ട് ഇവർക്ക് ആരാണ് റൈറ്റ്സ് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊന്നും ഒരിക്കലും അനുവദിച്ചു കൂടാത്ത ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ആര് കാണിച്ചാലും അത് തെറ്റ് തന്നെയാണ്. 2017 ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ച് ജയിലിലിട്ടപ്പോഴത്തേക്കും റിലീസ് ചെയ്ത സിനിമയാണ് രാമലീല എന്ന് പറയുന്ന സിനിമ. അപ്പൊ ആ സിനിമ അന്ന് റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ദിലീപിന്റെ കരിയറിൽ വെച്ച് ഏറ്റവും വലിയൊരു ഹിറ്റായിട്ട് മാറിയ സിനിമ. അപ്പൊ അന്ന് അതായത് ജയിലിൽ പിടിച്ച് ഇട്ട ആ സമയത്ത് ദിലീപിന്റെ സിനിമ ഇവിടെ വമ്പൻ ഹിറ്റായി മാറി. അപ്പൊ അന്ന് നിരോധിക്കണ്ടായിരുന്നു, അന്ന് ദിലീപിന്റെ സിനിമ കാണണ്ടായിരുന്നു എന്നൊന്നും പറയാനായിട്ട് ഇവിടെ ആരും ഇല്ലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ദിലീപ് നിരപരാധിയാണ്, ദിലീപിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള തെളിവുമില്ല എന്ന് കോടതി വിധി വന്നതിന് ശേഷമാണ് ദിലീപിന്റെ സിനിമയ്ക്ക് ദിലീപിനെതിരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് ഇറങ്ങുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം, മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യം, അതിൽ ഒന്നും തോന്നില്ല. പക്ഷേ ഇത് ഒരിക്കലും അനുവദിച്ചുകൂടാത്ത കാര്യമാണ്. ഈ പറയുന്ന വ്യക്തിക്ക് ഇവർക്ക് ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകണം. കാരണം ആ ബസ്സിൽ ഇവർ മാത്രമല്ല യാത്ര ചെയ്യുന്നത്, പല ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവരും ഉണ്ടാവും അതിൻ്റെ അത്. അപ്പോൾ ഇവർക്ക് വേണ്ടി ആ സിനിമ നിർത്തണം എന്നൊക്കെ പറയാനായിട്ട് ഒരു തരത്തിലുള്ള റൈറ്റ്സും ഇല്ല. അവർക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകാം. അല്ലെങ്കിൽ ഈ കണ്ടക്ടർക്ക് തന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇവരെ ഇറക്കി വിടാം. അതാണ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അല്ല ഇവർക്ക് വേണ്ടിയിട്ട് ആ സിനിമ നിർത്തുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുക, ഇതൊക്കെ പരിപൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. കേരളം പോലുള്ള സ്ഥലത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്.